തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമ്പോഴും പുതിയ നിയമ നടപടി സ്വീകരിക്കാനായിട്ടുള്ള ഉത്തരവൊക്കെ വന്നിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തെരുവ് നായ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് സർക്കാർ നൽകിയ സർക്കുലറിലാണ് ഇക്കാര്യം പറയുന്നത്. മിണ്ടാപ്രാണിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ട് എന്തെങ്കിലും നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അങ്ങ് സ്വീകരിക്കട്ടെ അല്ലേ. വിശപ്പാണ് ഏറ്റവും വലുത്. മനുഷ്യനായാലും മൃഗമായാലും അവരുടെ വയറ് നിറക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാ പ്രാണികൾക്ക് ഭക്ഷണം നൽകുന്നതിലും വലിയ പുണ്യമൊന്നുമില്ല. അന്നദാനം മഹാദാനം, അത് തന്നെയാണ് ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് എല്ലാ വർഷവും വന്ധ്യകരണമൊക്കെ ചെയ്യണം. അങ്ങനെയൊന്നും ചെയ്യാതെ വരുമ്പോൾ തെരുവ് നായ്ക്കൾ പെരുകും, ആക്രമണങ്ങളൊക്കെ നടത്തും എന്ന് കരുതി എത്രായിരം തെരുവ് നായ്ക്കളുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ. അവരെല്ലാവരും ആക്രമണം നടത്തുന്നുണ്ടോ? ഇല്ലല്ലോ. കുറച്ച് നായ്ക്കളല്ലേ ഉള്ളൂ. അതുപോലെ തന്നെയല്ലേ മനുഷ്യർ. 3.34 കോടി ജനങ്ങളുള്ള നമ്മുടെ ഈ കേരളത്തിൽ എത്ര പേര് ആക്രമണം നടത്തുന്നുണ്ട്, എത്ര പേര് കുറ്റകൃത്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയല്ലേ നായ്ക്കളും. ഇപ്പോൾ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കാതിരുന്ന എല്ലാ പ്രശ്നവും തീരുമോ? അപ്പോൾ സർക്കാർ നൽകിയ സർക്കുലറിൽ, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയ സർക്കുലറിൽ പറയുന്നുണ്ട്, അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാൻ അനുമതി നൽകണമെന്ന്. അപ്പോൾ അങ്ങനെ അനുമതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, നായകളെ തെരുവിൽ ഉപേക്ഷിക്കുന്നവർക്ക് 10,000 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. തെരുവ് നായ നിയന്ത്രണം കർശനമാക്കുന്നതിന്റെ ഭാഗമായിട്ട് തെരുവ് നായ്ക്കളെ ദത്തെടുക്കാനുള്ള അവകാശവും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ദത്തെടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. നായസ്നേഹികളൊക്കെ ദത്തെടുത്തിട്ട് അവർക്കൊരു ഒരു ഷെൽട്ടർ ഒരുക്കണം. അതുപോലെ തന്നെ ഇവരെയൊക്കെ കൃത്യമായ രീതിയിൽ ഷെൽട്ടർ ഒരുക്കിയിട്ട് ഇവരെയൊക്കെ പാർപ്പിക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ട്.